അതായത് ഇങ്ങനെ ഒരു PSC കോഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രമോദ് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ആളോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്, എപ്പോഴാണ് പണം കൈമാറി ചെയ്തത്? ആരെങ്കിലും ആ രീതിയിൽ പ്രമോദ് ഇടപെടുകയോ അയാളെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും എൻ്റെ മുന്നിൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഇതിലെ രണ്ട് കാര്യം, പ്രമോദ് ഇപ്പോൾ അവരെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ പോകുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് ബോധ്യമാവാത്തത്? അതായത് ഞാൻ ആദ്യം മകനാണായത്, അതിൻ്റെ ശേഷമാണ് സഖാവായത്. എനിക്ക് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആ രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയിട്ട് അങ്ങോട്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. പ്രമോദ് കോട്ടുള്ളിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അഭിജിത്ത്, പ്രമോദ് കോട്ടുള്ളി എന്താണ് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം? ഗോപി, പ്രമോദ് കോട്ടുള്ളി വ്യക്തമാക്കുന്നത് ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ നിലവിൽ തന്നെ അറിയിച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടിയിൽ പുറത്താക്കുന്നു എന്നുള്ള വിവരം ഏരിയ കമ്മിറ്റി മുഖാന്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തനിക്ക് അത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. തനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് തൻ്റെ അമ്മയാണ്. താൻ മകനായതിനു ശേഷമാണ് സഖാവായത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ തൻ്റെ അമ്മയെ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. അതിനാൽ തന്നെ താൻ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ച, ഈ പാർട്ടിക്ക് മുന്നിൽ പരാതി ഉന്നയിച്ചു എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് താൻ ആ വീട്ടിന് മുന്നിൽ താൻ പ്രതിഷേധമിരിക്കും. പ്രതിഷേധവുമായി തൻ്റെ അമ്മയെയും മകനെയും കൂട്ടിയായിരിക്കും താൻ ഈ പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ താൻ ഈ കാര്യങ്ങൾ, അതായത് പരാതിക്കാരനോട് താൻ ചോദിക്കും ഏത് രീതിയിലുള്ള കോഴയാണ് താൻ നടത്തിയത്, എന്ത് കാര്യമാണ് താൻ നടത്തിയത് എന്നുള്ള കാര്യം ഈ പരാതിക്കാരനോട് ചോദിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ പ്രമോദ് കോട്ടുള്ളി വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ശരി അഭിജിത്ത്, എനിക്ക് തോന്നുന്നു അഭിജിത്ത് അങ്ങോട്ട് ഓടി എത്തുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പ്രമോദ് കോട്ടുള്ളി അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട ശേഷം ഇപ്പോൾ ഞാൻ അഭിജിത്തിലേക്ക് വരാം. പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളെ കണ്ട ശേഷം ഇപ്പോൾ കോഴ ആരോപണം ഉന്നയിച്ചു എന്ന് കരുതുന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. തൻ്റെ അമ്മയെയും തൻ്റെ മകനെയും ഒപ്പം ചേർത്തുകൊണ്ട് അവിടെ സമരം ചെയ്യാൻ പോകുന്നു എന്നാണ് പ്രമോദ് കോട്ടുള്ളി അല്പം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തൻ്റെ കൈകൾ ശുദ്ധമാണ്, അത് ബോധ്യപ്പെടുത്തേണ്ടത് അമ്മയെയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ടാണ് അമ്മയെയും മകനെയും കൂട്ടി താൻ സമരത്തിന് ഇറങ്ങുന്നത്. പാർട്ടിക്കാരനാകുന്നതിന് മുൻപ്, സഖാവാകുന്നതിന് മുൻപ് താൻ ആദ്യം മകനാണായത്. അതുകൊണ്ട് അമ്മയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് താൻ അമ്മയും കൊണ്ട് പോകുന്നത് എന്നാണ് പ്രമോദ് കോട്ടുള്ളി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പ്രമോദ് കോട്ടുള്ളി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നുമുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത് പറയൂ. ഗോപി, നിലവിൽ ഈ പ്രമോദ് കോട്ടുള്ളി ഈ പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്ന ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യം, ഏരിയ കമ്മിറ്റി തന്നെ ഒന്നും അറിയിച്ചിട്ടില്ല, നടപടിയെക്കുറിച്ചുള്ള വിവരം തനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ 22 ലക്ഷം വാങ്ങി എന്ന് ആരോപിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവ് തനിക്ക് ലഭിക്കേണ്ടതുണ്ട്. എനിക്ക് പ്രധാനമായും എൻ്റെ അമ്മയെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാൻ മകനായതിനു ശേഷമാണ് ഒരു സഖാവായത്. പാർട്ടി തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു നടപടിയെടുത്തു. പക്ഷേ താൻ പറയുന്ന തൻ്റെ ഭാഗം പാർട്ടി വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ആത്യന്തികമായി തനിക്ക് തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. അതിനാൽ തന്നെ താൻ കോഴ വാങ്ങിയിട്ടില്ല, ഒരു പൈസ പോലും തൻ്റെ കയ്യിൽ ഈ കോഴയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അക്കാര്യം അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണം. അതിനാൽ താൻ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക്, അതായത് പരാതിക്കാരൻ എന്ന് പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് താൻ പോവുകയാണ്. ആ വീട്ടിന് മുന്നിൽ, ഈ ശ്രീജിത്തിന്റെ വീട്ടിന് മുന്നിൽ ഒരു മറുപടി, ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നത് വരെ താൻ ശ്രീജിത്തിന്റെ വീട്ടിന് മുൻപിൽ നിൽക്കും. അമ്മയും മകനും തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശേഷം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു എന്ന് കരുതുന്ന ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് അമ്മയും മകനുമായി പോവുകയാണ്. അവിടെ സമരം ചെയ്യാൻ പോകുന്നു എന്നാണ് പ്രമോദ് കോട്ടുള്ളി പറഞ്ഞിരിക്കുന്നത്.